വെൽക്കം ടു KPSC 2.0. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ 10th മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കണക്റ്റിംഗ് ഫാക്ട്സും ഒക്കെ നമ്മൾ നോക്കുകയാണ്. ഒപ്പം ആ ചോദ്യങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്നും അതിൻ്റെ സോഴ്സ് എന്താണെന്നുമൊക്കെ നമുക്ക് വിശദമായി നോക്കാം. ഈ ചോദ്യങ്ങൾ പഠിക്കുന്നത് വഴി ഇനി വരുന്ന പല എക്സാമുകൾക്കും നമുക്കത് വളരെ നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും. കാരണം ചിലപ്പം ഈ കണക്റ്റിംഗ് ഫാക്ട്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 49/26 10th മെയിൻസിൻ്റെ പരീക്ഷയിലെ കേരള ചരിത്രം എന്ന ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേരള ചരിത്രത്തിൽ നിന്നും പ്രധാനമായും ഒരു ചോദ്യമാണ് വന്നത്. ചോദ്യം ഇതായിരുന്നു: മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത്? അതിന് ഓപ്ഷൻസായി നൽകിയത് സംക്ഷേപ വേദാർത്ഥം, അഭിനവ കേരളം, കേസരി, പ്രാചീന മലയാളം എന്നിവയാണ്. ഒരു ശരാശരി PSC വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉത്തരം സിമ്പിളായി തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ അറിയാവുന്നവർ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിനുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ A ആയിരുന്നു, സംക്ഷേപ വേദാർത്ഥം. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്ട്സും ഇവ എന്തൊക്കെയാണെന്നും നമുക്കിനി വിശദമായി തന്നെ നോക്കാം. മലയാളത്തിലെ അക്ഷരങ്ങൾ പൂർണ്ണമായി അച്ചടിച്ച് പുറത്തിറക്കിയ ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ഇത് അച്ചടിച്ച് പുറത്തിറക്കിയത് 1772 ഇറ്റലിയിലെ റോം നഗരത്തിൽ വെച്ചാണ് അച്ചടിച്ചത്. സംക്ഷേപ വേദാർത്ഥത്തിൻ്റെ രചയിതാവ് ഫാദർ ക്ലെമന്റ് പിയാനീസ് ആണ്. അതൊന്ന് ഓർത്തിരിക്കുക, രചയിതാവ് ഫാദർ ക്ലെമന്റ് പിയാനീസ്. ഈ പുസ്തകത്തിൽ മെയിനായി പറയുന്നത് കത്തോലിക്ക മത തത്വങ്ങൾ ചോദ്യോത്തര രൂപത്തെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണിത്. ഇതാണ് നമ്മൾ സംക്ഷേപ വേദാർത്ഥത്തെക്കുറിച്ച് പഠിച്ചിരിക്കേണ്ട മെയിൻ പോയിന്റ്സ്. പ്രത്യേകിച്ച് അതിൻ്റെ രചയിതാവിൻ്റെ കാര്യം നമ്മളൊന്ന് ഓർത്തിരിക്കുക, ഫാദർ ക്ലെമന്റ് പിയാനീസ് ആണ് രചയിതാവ്. എന്നാൽ മലയാള ഭാഷയിലെ അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിച്ചത് സംക്ഷേപ വേദാർത്ഥത്തിൽ ആയിരുന്നില്ല. മലയാള ഭാഷയിലെ ആദ്യത്തെ അച്ചടി പരീക്ഷണങ്ങൾ നടത്തിയത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന സസ്യശാസ്ത്ര ഗ്രന്ഥത്തിലൂടെയാണ്. ഇതിൽ മലയാള അച്ചടി അക്ഷരങ്ങൾ ഭാഗികമായി ഉപയോഗിച്ചിരുന്നു. നമുക്കറിയാവുന്നതാണ്, കേരളത്തിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് മിഷനറിമാരാണ്. അത് കോട്ടയത്തെ CMS പ്രസ്സാണ്. വർഷം 1821. ഇനി നമുക്ക് ഈ ചോദ്യം എവിടെ നിന്ന് വന്നു എന്ന് നോക്കാം. ഇത് നമ്മുടെ കഴിഞ്ഞ ഓൾഡ് SCERTയിലെ 10th ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 4ാമത്തെ ചാപ്റ്ററായ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന ഭാഗത്ത് നിന്ന് വന്നൊരു ചോദ്യമാണ്. ഈ ഭാഗത്ത് നിന്ന് ഇനിയും നമുക്ക് നിരവധി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ഭാഗം ഒന്ന് വായിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. യൂറോപ്യന്മാരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത്. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് ജെസ്യൂട്ട് മിഷണറിമാരാണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഇത് ഇനിയൊരു ചോദ്യമായി പ്രതീക്ഷിക്കാവുന്ന പോയിന്റാണ്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഇനി അടുത്ത ലൈൻ നോക്കി, അതിലും ഒരു ചോദ്യമുണ്ട്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. ഇനി ഇപ്പം നമ്മൾ കണ്ട ചോദ്യം ഇത് അടുത്ത ലൈനിൽ കിടക്കുന്നു. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഇനി ഇവിടുന്ന് 2 പോയിന്റും കൂടി നമുക്ക് അടുത്ത 2 ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടും. അതാണ് ബെഞ്ചമിൻ ബ്രെയ്ലിയാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത്. അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കി പ്രസിദ്ധപ്പെടുത്തിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് ആണ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ് രാജ്യസമാചാരവും പശ്ചിമോദയവും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് പ്രസിദ്ധപ്പെടുത്തിയത് തലശ്ശേരിയിൽ നിന്നുമാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ്. ഈ ഭാഗത്ത് നിന്ന് ഈ ചെറിയൊരു ബോക്സിൽ നിന്ന് തന്നെ നിരവധി ചോദ്യങ്ങൾ നമുക്കിനി പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമ്മളിനി അടുത്ത 3 ഓപ്ഷനുകൾ കൂടി നമുക്കുണ്ടായിരുന്നു. ആ ഓപ്ഷനുകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. കാരണം അവിടെ നിന്നും ചോദ്യങ്ങൾ ഇനി പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഓപ്ഷനായി നമുക്ക് തന്നിരുന്നത് അഭിനവ കേരളമായിരുന്നു. അഭിനവ കേരളം എന്ന് പറയുന്നത്
വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു? 2 ചോദ്യങ്ങൾ ഇവിടുന്ന് വരാം. ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിക്കും, അത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം ഏതെന്ന് ചോദിക്കാം, അത് അഭിനവ കേരളമാണ്. 1921 കോഴിക്കോട് നിന്നുമാണ് അഭിനവ കേരളം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ ശക്തമായ ആശയപ്രചാരണം നടത്താൻ ഈ മാസിക ഉപയോഗിച്ചു. ഇനി അടുത്തതായി നൽകിയിരിക്കുന്നത് വാഗ്ഭടാനന്ദൻ്റെ ഒരു വാക്കുകളാണ്. ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയുടെ എതിർപ്പിൻ എന്ന് തുടങ്ങുന്നത് വാഗ്ഭടാനന്ദൻ പ്രശസ്തമായ ഒരു വാക്യമാണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തതായി തന്നിരുന്നത് കേസരി ആയിരുന്നു. കേസരി എന്ന് പറയുന്നത് കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ പ്രശസ്തമായ പത്രമായിരുന്നു. തിരുവിതാംകൂറിലെ ദിവാൻ ഭരണത്തിൻ്റെ അഴിമതികൾക്കെതിരെയും സ്വേച്ഛാധിപത്യത്തിനെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച പത്രമായിരുന്നു കേസരി. എന്നാൽ ഭരണകൂടത്തിൻ്റെ കടുത്ത പീഡനങ്ങളെ തുടർന്ന് ഈ പത്രം പിന്നീട് നിരോധിക്കപ്പെടുകയും ചെയ്തു. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രാചീന മലയാളമായിരുന്നു. ഇതിൻ്റെ രചയിതാവ് എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളായിരുന്നു. 1913 ഈ ഗ്രന്ഥം പുറത്തിറങ്ങിയത്. അക്കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതീയമായ അസമത്വങ്ങളെയും ചോദ്യം ചെയ്ത കൃതി കൂടിയാണ് പ്രാചീന മലയാളം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ചോദ്യം. അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ് നമ്മൾ നോക്കി, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്നും നമ്മൾ നോക്കി. ഒപ്പം അതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന ഓരോ ഓപ്ഷൻസുകളും അത്യാവശ്യം വിശദമായി തന്നെ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ഇനി നമ്മൾ പഠിക്കുന്ന വഴി അടുത്തുള്ള എക്സാമുകൾക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.